ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ economics.com. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് IS കർവിൻ്റെ ഡെറിവേഷൻ ആണ്. IS കർവിനെ എങ്ങനെയാണ് സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റുന്നത് എന്നാണ് ഈ ഒരു ക്ലാസ്സിൽ കാണിക്കുന്നത്. ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു ഗ്രാഫിൽ 4 ഭാഗമായിട്ടാണ് വരുന്നത്. എ പാർട്ട്, ബി പാർട്ട്, സി പാർട്ട്, ഡി പാർട്ട്. അതിൽ ഡി പാർട്ടിലാണ് IS കർവിൻ്റെ ഡെറിവേഷൻ വരുന്നത്. ബാക്കി 3 ഭാഗങ്ങൾ ചേർത്തുകൊണ്ടാണ് IS കർവ് വരയ്ക്കുന്നത്. അപ്പോൾ ഗ്രാഫ് എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്ന് നോക്കാം. ഇനി നമ്മൾ ഗ്രാഫ് വരയ്ക്കാൻ തുടങ്ങുകയാണ്. ഗ്രാഫ് നമ്മൾ ആദ്യം വരയ്ക്കുന്നത് സി പാർട്ടിൻ്റെയും ഡി പാർട്ടിൻ്റെയും വൈ ആക്സിസ് ആണ്. അപ്പോൾ അത് ഗ്രാഫ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ 2 വൈ ആക്സിസുകളും ഒരേ ലെവലിൽ തന്നെ വരയ്ക്കണം. അതിനുശേഷം എക്സ് ആക്സിസ് എങ്ങനെ വരയ്ക്കുന്നതെന്ന് നോക്കാം. ആദ്യം വരയ്ക്കുന്നത് സി പാർട്ടിൻ്റെ എക്സ് ആക്സിസ് ആണ്. സി പാർട്ടിൻ്റെ എക്സ് ആക്സിസ് വരച്ചതിന് ശേഷം നമ്മൾ ബി പാർട്ടിൻ്റെ എക്സ് ആക്സിസും കൂടി വരയ്ക്കും. അതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഡിയുടെയും എയുടെയും വരയ്ക്കുള്ളൂ. അപ്പോൾ ഈ സിയുടെ ഒരു എക്സ്റ്റൻഷനായിട്ട് അതേ ലെവലിൽ തന്നെ സിയുടെ എക്സ് ആക്സിസ് എങ്ങനെയാണോ വരച്ചിരിക്കുന്നത് ആ ലെവലിൽ തന്നെ നമുക്ക് എന്ത് വേണം, ബിയുടെ എക്സ് ആക്സിസ് കിട്ടണം. അപ്പോൾ ഇതുപോലെ ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ചുകൊണ്ട് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അത് വരയ്ക്കാനായിട്ട് കഴിയും. ഇനി അടുത്തത് ഡി പാർട്ടിൻ്റെ എക്സ് ആക്സിസ് വരയ്ക്കുകയാണ്. ഡി പാർട്ടിൻ്റെ എക്സ് ആക്സിസിൻ്റെ അതേ ലെവലിൽ തന്നെ നമുക്ക് എ പാർട്ടിൻ്റെ എക്സ് ആക്സിസ് ലഭിക്കണം. എങ്കിൽ മാത്രമാണ് IS കർവ് നമുക്ക് കൃത്യമായിട്ട് ഡെറിവേഷനിലൂടെ എടുക്കാനായിട്ട് പറ്റുകയുള്ളൂ. ഈ മെഷർമെൻറ്റ് തെറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് ഡി പാർട്ട് വരയ്ക്കുമ്പോൾ എല്ലാം കൂടി കറക്റ്റായിട്ട് വരില്ല. ഇനി ഇവിടെ നമ്മൾ സി പാർട്ടിൻ്റെ എക്സ് ആക്സിസ് വരച്ചു. ഇനി അത് എ പാർട്ടിലേക്ക് കൂടി നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. മുകളിൽ വരച്ചിരിക്കുന്ന അതേ ലെവലിൽ തന്നെ താഴെയുള്ള ഭാഗവും കിട്ടണം. ഇനി അതിന് ശേഷം എന്ത് ചെയ്യണം, നമുക്കിതിൻ്റെ എയുടെയും ബിയുടെയും വൈ ആക്സിസ് കൂടി വരയ്ക്കാം. ഇത് നമുക്കിതിൻ്റെ 4 ഭാഗങ്ങൾ മാർക്ക് ചെയ്യാം. ഏറ്റവും ലാസ്റ്റ് പാർട്ടാണ് എ വരുന്നത്. അതിൻ്റെ തൊട്ട് മുകളിൽ ബി വരുന്നു. അതിന് ശേഷം സി പാർട്ട്, ഏറ്റവും ലാസ്റ്റ് ഡി പാർട്ട് വരുന്നത് ഇവിടെയാണ്. ഇനി ഓരോന്നും ഓരോ പാർട്ടിലും എന്താണ് വരുന്നതെന്ന് കൃത്യമായിട്ട് നമുക്ക് നോക്കാം. എ പാർട്ടിൻ്റെ എക്സ് ആക്സിസ് ആണ് ആദ്യം മാർക്ക് ചെയ്യുന്നത്. അതിൽ വരുന്നത് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, നിക്ഷേപത്തെയാണ് എക്സ് ആക്സിസ് സൂചിപ്പിക്കുന്നത്. അതുപോലെ വൈ ആക്സിസിൽ വരുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെ സൂചിപ്പിക്കാൻ വേണ്ടി RI എന്നാണ് എഴുതുന്നത്. കാരണം സ്ഥലപരിമിതി മൂലം ഫുള്ളായിട്ട് എഴുതാൻ പറ്റുന്നില്ല, അതുകൊണ്ട് RI എന്ന് സൂചിപ്പിക്കുന്നു. ഇനി ഇവിടെ വരയ്ക്കുന്നത് ഒരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിട്ടുള്ള കർവ്, അതായത് താഴേക്ക് സ്ലോപ്പ് വരുന്നൊരു കർവാണ് വരയ്ക്കുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും തമ്മിലുള്ള ബന്ധത്തെയാണത് സൂചിപ്പിക്കുന്നത്. നിക്ഷേപവും പലിശ നിരക്കും തമ്മിലുള്ള ബന്ധം അത് ഓൾറെഡി നമ്മൾ മറ്റു ക്ലാസ്സുകളിലൊക്കെ പഠിച്ചതാണ്. ഇൻവെസ്റ്റ്മെൻറ്റും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും തമ്മിലുള്ള ബന്ധം എപ്പോഴും വിപരീതമാണ്. അപ്പോൾ അത് വിപരീത ബന്ധം എന്ന് പറഞ്ഞാൽ എന്താണ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുതലാണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കുറയും, അതുപോലെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയുകയാണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടും. അപ്പോൾ ഈ ഒരു ഗ്രാഫിൽ നമ്മൾ വൈ ആക്സിസിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും അതുപോലെ എക്സ് ആക്സിസിൽ ഇൻവെസ്റ്റ്മെൻറ്റും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് I1 ആണെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് R1 ആയിരിക്കും. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് R ആയിട്ട് കുറയുകയാണെങ്കിൽ നിക്ഷേപം അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് I ആയിട്ട് കൂടുന്നു. അപ്പോൾ ഇങ്ങനെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ഇൻവെസ്റ്റ്മെൻറ്റും തമ്മിലുള്ള വിപരീത ബന്ധത്തെയാണ് പാർട്ട് എയിൽ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതുപോലെ പാർട്ട് ബിയിലും വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പാർട്ട് ബിയിൽ എക്സ് ആക്സിസിൽ മാർക്ക് ചെയ്യുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നാണ്. അതുപോലെ വൈ ആക്സിസിൽ മാർക്ക് ചെയ്യുന്നത് സേവിങ്സ്. അപ്പോൾ പാർട്ട് ബിയിൽ സൂചിപ്പിക്കുന്നത് സേവിങ്സും ഇൻവെസ്റ്റ്മെൻറ്റും തമ്മിലുള്ള ഈക്വാളിറ്റിയാണ്. ആ ഒരു ഈക്വാളിറ്റി സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു 45 ഡിഗ്രി ലൈനാണ്. അപ്പോൾ ഈ 45 ഡിഗ്രി ലൈനിൻ്റെ ഏതൊരു പോയിൻ്റ് എടുത്തു കഴിഞ്ഞാലും എന്താണ്, സേവിങ്സും ഇൻവെസ്റ്റ്മെൻറ്റും തുല്യമായിരിക്കും. S=I അല്ലെങ്കിൽ സേവിങ്സ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇനി നമ്മൾ പാർട്ട് എയിൽ നിന്നാണ് ഇൻവെസ്റ്റ്മെൻറ്റിനെ പാർട്ട് ബിയിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം കൊടുത്തിരിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് I1 ആണ്. അതേ I1നെ പാർട്ട് ബിയിലോട്ട് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ അവിടെ എന്ത് വരും, I1 എന്ന് തന്നെ കിട്ടും. ഇനി അതിനനുസരിച്ച് വരുന്ന അല്ലെങ്കിൽ അതിന് തുല്യമായിട്ട് വരുന്ന സേവിങ്സിനെയാണ് വൈ ആക്സിസിലേക്ക് മാർക്ക് ചെയ്യുന്നത്. ആ സേവിങ്സ് നമുക്കവിടെ S1 എന്ന് എഴുതാം.
ഇനി ഇതേപോലെ അടുത്ത ഇൻവെസ്റ്റ്മെൻറ്റ് ഏതാണ്? പാർട്ട് എയിൽ വരുന്നത് ഐ ആണ്. ആ ഐ എന്നുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനെ പാർട്ട് ബിയിലേക്ക് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. എക്സ്റ്റെൻഡ് ചെയ്ത് എഴുതുമ്പോൾ നമ്മളിവിടെ എക്സ് ആക്സിസിൽ എന്ത് ചെയ്യണം? എക്സ് ആക്സിസിൽ ഐ എന്ന് തന്നെ കൊടുക്കണം. വൈ ആക്സിസിലേക്ക് അതിനെ മാറ്റുമ്പോൾ തുല്യമായ രീതിയിൽ അവിടെ എസ് എന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് പാർട്ട് ബിയിൽ വരുന്ന സേവിങ്സും ഇൻവെസ്റ്റ്മെൻറ്റും തമ്മിലുള്ള ഈക്വാളിറ്റി എന്ന് പറയുന്നത്. ഇനി നമ്മൾ വരയ്ക്കുന്നത് പാർട്ട് സി ആണ്. പാർട്ട് സിയുടെ എക്സ് ആക്സിസിൽ മാർക്ക് ചെയ്യുന്നത് ഇൻകം, വൈ ആക്സിസ് നമുക്ക് കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കാം. എന്നാലാണ് ബി പാർട്ടിൽ നിന്നുള്ളൊരു എക്സ്റ്റൻഷൻ നമുക്ക് കൃത്യമായിട്ട് വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി വൈ ആക്സിസിൽ മാർക്ക് ചെയ്യേണ്ടത് സേവിങ്സ് ആണ്. അപ്പോൾ ഈ പാർട്ട് സി എന്ന് പറയുന്നത് സേവിങ് ഫംഗ്ഷനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ സേവിങ് ഫംഗ്ഷൻ എന്താണ്? ഇൻകവും സേവിങ്സും തമ്മിലുള്ള ബന്ധത്തെ പറയുന്ന പേരാണ് സേവിങ് ഫംഗ്ഷൻ. അതും ഒരു പോസിറ്റീവ് ബന്ധമാണ്. കാരണം നമ്മുടെ വരുമാനം കൂടുകയാണെങ്കിൽ സേവിങ്സ് കൂടും, വരുമാനം കുറയുകയാണെങ്കിൽ സേവിങ്സ് കുറയും. അപ്പോൾ അത് കറക്റ്റ് 45 ഡിഗ്രി ലൈനായിട്ടല്ല വരയ്ക്കുക, എങ്കിലും ഒരു പോസിറ്റീവ് സ്ലോപ്പോട് കൂടിയ ലൈൻ തന്നെയാണ് സേവിങ് ഫംഗ്ഷനിലും വരയ്ക്കേണ്ടത്. ഇനി പാർട്ട് ബിയിൽ കൊടുത്തിരിക്കുന്ന സേവിങ്സ് തന്നെയാണ് നമ്മൾ പാർട്ട് സിയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കേണ്ടത്. ആദ്യം മുകളിൽ എസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതേ എസ്സിനെ നമ്മൾ പാർട്ട് സിയുടെ വൈ ആക്സിസിൽ മാർക്ക് ചെയ്യണം. അതേപോലെ ഇനി ഇൻകത്തിനെ കാണിക്കുന്നത്, ഇൻകം എന്ന് പറയുമ്പോൾ എക്സ് ആക്സിസിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലൈനിൽ നിന്ന് താഴേക്ക് വരയ്ക്കുമ്പോൾ നമുക്ക് ആദ്യത്തെ ഇൻകം എത്രയാണെന്നുള്ളത് കിട്ടും. അപ്പോൾ ആദ്യത്തെ ഇൻകം വരുന്നത് Y1 ആണ്, അതവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി അതേപോലെ പാർട്ട് ബിയിൽ നിന്ന് S1 എന്നുള്ളത് പാർട്ട് സിയുടെ സേവിങ്സിൻ്റെ ഭാഗത്തേക്ക്, അതായത് വൈ ആക്സിസിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അവിടെ നമ്മൾ ബി പാർട്ടിൽ എഴുതിയ അതേപോലെ തന്നെ എന്താ ചെയ്യേണ്ടത്? S1 എന്ന് എഴുതി കൊടുക്കുക. ഇനി അതിന് ശേഷം ഇതിൻ്റെയും നമുക്ക് ഇൻകം അറിയണം അല്ലേ? അപ്പോൾ ഇൻകം എന്താണ്? താഴോട്ട് വരച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഇൻകം എത്രയായിട്ട് കിട്ടി? Y1 എന്ന് കിട്ടി. അപ്പോൾ ഇതാണ് സേവിങ്സും ഇൻകവും തമ്മിലുള്ള ഫംഗ്ഷനായിട്ട് പറയുന്നത്. സേവിങ്സ് എസ് ആണെങ്കിൽ ഇൻകം Y ആയിരിക്കും, സേവിങ്സ് S1 ആണെങ്കിൽ ഇൻകം Y1 ആയിരിക്കും. ഇനിയാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഡി പാർട്ടിലേക്ക് വരുന്നത്, IS കർവിൻ്റെ ഡെറിവേഷൻ. അപ്പോൾ ഇവിടെ IS കർവിൻ്റെ ഡെറിവേഷൻ കാണിക്കാൻ വേണ്ടി എക്സ് ആക്സിസിൽ മാർക്ക് ചെയ്യുന്നത് ഇൻകം ആണ്. അതുപോലെ വൈ ആക്സിസിൽ വരുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. അത് എഴുതിയപ്പോൾ സേവിങ്സ് എന്നായി, അവിടെ അത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് വരേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അതിന് ആ ഡെറിവേഷൻ വരുന്നത്, IS കർവിൻ്റെ ഡെറിവേഷൻ എങ്ങനെയാണ് എന്ന് നോക്കാം. പാർട്ട് എയും ബിയും സിയും ചേർത്താണ് നമ്മൾ ഡി പാർട്ട് വരയ്ക്കുന്നത്. അപ്പോൾ നമുക്കതിന് ആവശ്യമുള്ളത് സി എന്നുള്ള പാർട്ടും അതുപോലെ എ എന്നുള്ള പാർട്ടാണ് ആവശ്യം വരുന്നത്. അപ്പോൾ നമ്മളിനി ആദ്യം എന്താ ചെയ്യുന്നത്? സി എന്നുള്ള പാർട്ടിൽ Y1 എന്ന് പറയുന്ന ഇൻകത്തിനെ ഡി പാർട്ടിൽ ഇൻകത്തിൻ്റെ ഭാഗത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുന്നു. എന്നിട്ട് അവിടെ നേരത്തെ മുകളിൽ കൊടുത്ത അതേപോലെ Y1 എന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തത് വരേണ്ടത് എ പാർട്ടിലാണ്. എ പാർട്ടിൽ നിന്ന് ഇവിടെ Y1 എടുത്തത് കൊണ്ട് എ പാർട്ടിൽ നിന്ന് R1 എന്നെടുക്കുക. R1 എന്നുള്ള ഭാഗത്തിനെ ഡി പാർട്ടിൻ്റെ എക്സ് ആക്സിസിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കണം. എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചിട്ട് നേരത്തെ കൊടുത്ത അതേപോലെ ഇവിടെയും R1 എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ R1ഉം Y1ഉം കൂടിച്ചേരുന്ന ഒരു കോമ്പിനേഷൻ കിട്ടി. ഇനി ഇതേപോലെ നമ്മൾ അടുത്തത് എന്താ ചെയ്യേണ്ടത്? ഇൻകത്തിൻ്റെ സി പാർട്ടിൽ നിന്ന് Y എന്നുള്ള ഭാഗത്തിനെ താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുക. എന്നിട്ട് അവിടെ നമ്മൾ ഇൻകത്തിൻ്റെ ഭാഗത്തിന് Y എന്ന് തന്നെ പേര് കൊടുക്കുക. അതിനുശേഷം എ പാർട്ടിലെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെ കാണിക്കുന്ന R എന്ന ഭാഗത്തിനെ ഡി പാർട്ടിൻ്റെ വൈ ആക്സിസിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. അവിടെ നമ്മൾ പേര് കൊടുക്കേണ്ടത് R എന്നാണ് പേര് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ നേരത്തെ കിട്ടിയതുപോലെ അടുത്തൊരു കോമ്പിനേഷൻ നമുക്ക് കിട്ടുന്നു. Rഉം Yയും ചേർന്നൊരു കോമ്പിനേഷൻ നമുക്ക് കിട്ടി. ഇനി ഈ രണ്ട് കോമ്പിനേഷൻസിനെ ചേർത്ത് വരയ്ക്കുമ്പോഴാണ് IS കർവ് നമുക്ക് ലഭിക്കുന്നത്. ഇനി അതിനിവിടെ IS എന്ന് പേര് കൊടുക്കുക. അപ്പോൾ ഇതാണ് IS കർവ്. ഈ IS കർവിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് IS കർവിൻ്റെ ഡെറിവേഷൻ എന്ന് പഠിച്ചു. ഇനി പഠിക്കാനുള്ളത് IS കർവിൻ്റെ ഡെഫിനേഷനാണ്. The IS curve consists of equilibrium combinations of income and the rate of interest for the product market. അപ്പോൾ പ്രോഡക്റ്റ് മാർക്കറ്റ് അല്ലെങ്കിൽ ഉൽപ്പന്ന വിപണിയിൽ പലിശ നിരക്കിൻ്റെയും വരുമാനത്തിൻ്റെയും ഇക്വിലിബ്രിയം കോമ്പിനേഷൻസിനെ കാണിക്കുന്ന കർവിനെയാണ് IS കർവ് എന്ന് പറയുന്നത്.
Thus, the product market is in equilibrium at any combination of income and rate of interest on the IS curve. അപ്പോൾ IS കർവിൽ ഇൻകത്തിൻ്റെയും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൻ്റെയും ഏതൊരു കോമ്പിനേഷൻ എടുത്തു കഴിഞ്ഞാലും പ്രോഡക്റ്റ് മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിലായിരിക്കും അല്ലെങ്കിൽ സന്തുലിതാവസ്ഥയിൽ ആയിരിക്കും. At any combination of income and rate of interest of the IS curve, the product market is not in equilibrium. ഇനി ആ ഒരു IS കർവിന് മുകളിലോ താഴെയോ ഉള്ള ഒരു കോമ്പിനേഷനാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൻ്റെയും ഇൻകത്തിൻ്റെയും ഒരു കോമ്പിനേഷനാണ് എടുക്കുന്നത് എങ്കിൽ പ്രോഡക്റ്റ് മാർക്കറ്റ് ഒരിക്കലും ഇക്വിലിബ്രിയത്തിൽ ആയിരിക്കില്ല. ഇൻകം വിൽ അഡ്ജസ്റ്റ് അണ്ടിൽ ദ പ്രോഡക്റ്റ് മാർക്കറ്റ് ഈസ് ഇൻ ഇക്വിലിബ്രിയം. അപ്പോൾ അവിടെ ഒരു ഡിസ്ഇക്വിലിബ്രിയം വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്? ഇക്വിലിബ്രിയത്തിലേക്ക് എത്തുന്നത് വരെ ഇൻകത്തിൽ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടേയിരിക്കും. The IS curve has a negative slope indicating that higher level of income are associated with lower interest rate. ഇവിടെ IS കർവിൻ്റെ ഷേപ്പ് നമുക്കറിയാം, നെഗറ്റീവ് സ്ലോപ്പാണ്. ആ നെഗറ്റീവ് സ്ലോപ്പിൻ്റെ കാരണമായിട്ട് എന്താ പറയുന്നത്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വളരെ കുറവാണെങ്കിൽ അവിടെ ലെവൽ ഓഫ് ഇൻകം വളരെ കൂടുതലായിരിക്കും. അത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയുമ്പോൾ അത് ഇൻകവുമായിട്ട് ബന്ധപ്പെടുത്തുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ഉപയോഗിച്ചാണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടും. ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുമ്പോഴാണ് ഇൻകത്തിൽ വർധനവ് ഉണ്ടാകുന്നത്. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ക്ലാസ് കാണുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.